ഹേ ഗായ്സ്, എന്നത്തെയും പോലെ ഞായറാഴ്ച നമ്മൾ പോയി ബീഫ് വാങ്ങിച്ചിട്ടോ. അപ്പോ ചിറ്റയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ബീഫ് അടിപൊളി ആയിരിക്കുമെന്ന്. അപ്പോ ചിറ്റയുടേതായിട്ടുള്ള ഓൺ പ്രിപ്പറേഷനിൽ പുള്ളിക്കാർത്തി ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇതൊക്കെ എന്നത്തെയും പോലെ വീഡിയോ ഒക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ വായും പിടിച്ച് പോയി നിൽക്കുകയാണ്. സംഭവം എപ്പോഴും ബീഫ് കറി ഉണ്ടാക്കുമ്പോഴേക്കും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഓരോ ടേസ്റ്റ് ആണ്. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ പൗഡറിന്റെ ഒക്കെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം. പക്ഷെ അസാധ്യ ടേസ്റ്റ് ആണ് ഓരോ പ്രാവശ്യം നമ്മൾ ബീഫ് കഴിക്കുമ്പോഴേക്കും. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സ്റ്റൈല് ഇതുപോലെയാണോ, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. കാരണം നമ്മൾ ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ഓരോ വെറൈറ്റി ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പല പല ടേസ്റ്റ് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറെ നാൾ കൂടി നമുക്ക് ബീഫൊക്കെ കഴിക്കുമ്പോൾ, അതും വീട്ടിലുണ്ടാക്കുന്ന ബീഫൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്വർഗം കിട്ടിയ ഫീലിംഗ് ആയിരിക്കും. എസ്പെഷ്യലി നമ്മൾ മലയാളികൾക്ക് ബീഫ് എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചക്ക് ബീഫും ചോറും ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും സൺഡേ ആണോ ഇങ്ങനെ ബീഫ് മേടിക്കണേന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്, ബൈ.